ഗവൺമെന്റ് ബഡ്ജറ്റിന് പ്രധാനമായിട്ടും രണ്ട് കോമ്പോണൻസ് ആണുള്ളത്, റവന്യൂ ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. റവന്യൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനവും ഗവൺമെന്റിന് ഉണ്ടാകുന്ന ചെലവുകളും ഉൾപ്പെട്ടതാണ്. അതായത് റവന്യൂ ബഡ്ജറ്റ് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് റവന്യൂ റെസീറ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ലഭിക്കുന്ന സ്ഥിര വരുമാനമാണ്, അതായത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വരുമാനമാണ്. റവന്യൂ റെസീറ്റ്സ് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ്, GST. നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് നികുതി അല്ലാത്ത മറ്റ് ഇതര മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഫ്രം പബ്ലിക് അണ്ടർടേക്കിങ്സ്, ഗ്രാൻസ്, ഡൊണേഷൻ ഒക്കെ ഇതിൽ പെടും. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ട് വരുന്ന ചെലവാണ്. അതായത് ഇതിന് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നടത്താൻ ആവശ്യമായിട്ട് വരുന്ന ചെലവുകളാണ്. ഇനി നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പെടുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, മെയിൻ്റനൻസ് കോസ്റ്റ് മുതലായവ. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2017 മുതൽ ബഡ്ജറ്റിൽ നിന്നും ഈ എക്സ്പെൻഡിച്ചറിൽ വരുന്ന പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ ക്ലാസിഫിക്കേഷന് അബോളിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ സിലബസ് പ്രകാരം ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് കൊണ്ട് എക്സാമിന് നിങ്ങൾ എന്തായാലും കോമ്പണൻസിൽ ഇത് എഴുതണം. പക്ഷെ ബഡ്ജറ്റിൽ നിന്ന് ഇപ്പോൾ അബോളിഷ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനമാണ്, പക്ഷെ ഫ്യൂച്ചറിൽ തിരിച്ചു കൊടുക്കണം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബോറോയിങ്സ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ലോൺ തിരിച്ചു കൊടുക്കുന്നതും ഒക്കെ ഇതിൽ പെടും. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാനോ തിരിച്ചു കൊടുക്കാനോ വേണ്ടി വരുന്ന ചെലവാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ റോഡുകൾ, സ്കൂളുകൾ ഒക്കെ പണിയുന്ന സമയത്ത് ഗവൺമെന്റിന് വരുന്ന ചെലവുകളൊക്കെ ഇതിൽ പെടുന്നു. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വീണ്ടും രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്, പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ.